This story will be available to you in 7 different languages. The link is in the description. നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ധ്രുവതാരയുടെ കഥ അവതരിപ്പിക്കുകയാണ്. ഇത് അചഞ്ചലമായ നിശ്ചയദാർഢ്യത്തിന്റെ കഥയാണ്. ഈ വിവരണം വിഷ്ണു ഭാഗവത പുരാണത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു. ഭക്തിയും ദൃഢനിശ്ചയവും കൊണ്ട് എന്താണ് നേടാൻ കഴിയുക എന്ന് ഇത് നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ കഥ തുടങ്ങുന്നത് ഒരു വലിയ കൊട്ടാരത്തിലാണ്. അവിടെ രാജാവ് ഉത്താനപാദൻ തന്റെ രണ്ടാമത്തെ ഭാര്യയായ സുരുചിക്കും മകൻ ഉത്തമനുമൊപ്പം ഇരിക്കുന്നു. അപ്പോഴാണ് 5 വയസ്സുകാരനായ കൊച്ചു രാജകുമാരൻ ധ്രുവൻ അവിടേക്ക് വരുന്നത്. സ്നേഹത്തോടെ അവൻ തന്റെ അച്ഛന്റെ മടിയിലിരിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ രണ്ടാനമ്മയായ സുരുചി അഹങ്കാരത്താൽ നിറഞ്ഞിരിക്കുന്നു. അവൾ ധ്രുവനെ കർശനമായി ശാസിക്കുകയും മടിയിൽ നിന്ന് മാറിപ്പോകാൻ ആജ്ഞാപിക്കുകയും ചെയ്യുന്നു. സുരുചിയുടെ അധിക്ഷേപം വളരെ ആഴത്തിലുള്ളതാണ്. അടുത്ത ജന്മത്തിൽ മാത്രമേ അവൻ ഇവിടെ ഇരിക്കാൻ കഴിയൂവെന്ന് അവൾ പരിഹസിക്കുന്നു. ധ്രുവന്റെ മുഖം കടുത്ത ദുഃഖത്താൽ നിറയുന്നു. അപമാനിക്കപ്പെട്ട ധ്രുവൻ കരഞ്ഞുകൊണ്ട് അമ്മയായ സുനീതിയുടെ അടുക്കൽ പോകുന്നു. അവിടെ നിന്നാണ് അവന്റെ മഹത്തായ യാത്ര ആരംഭിക്കുന്നത്. ധ്രുവൻ കരഞ്ഞുകൊണ്ട് തന്റെ അമ്മ സുനീതിയുടെ അടുത്തേക്ക് പോകുന്നു. അവൻ ചോദിക്കുന്നു, അമ്മ, എന്റെ സ്ഥാനം എന്താണ്? എനിക്കൊരിക്കലും അച്ഛന്റെ മടിയിലിരിക്കാൻ കഴിയില്ലേ? സുനീതി ശാന്തയാണ്. ഈ ലോകത്തിലെ സിംഹാസനവും അച്ഛന്റെ മടിയും താൽക്കാലികമാണെന്ന് അവൾ മകനോട് വിശദീകരിക്കുന്നു. ഇത് മറന്നേക്കുക. ഏറ്റവും ഉയർന്ന സ്ഥാനം നേടണമെങ്കിൽ നീ ഭഗവാൻ വിഷ്ണുവിനെ മാത്രം ശരണം പ്രാപിക്കണം. അദ്ദേഹത്തിന് മാത്രമേ നിനക്ക് യഥാർത്ഥ സ്ഥിരത നൽകാൻ കഴിയൂ. ധ്രുവൻ ധൈര്യം സംഭരിച്ച് രാജാവിന്റെ മടിയിലേക്ക് കയറുന്നു. സുരുചി കോപത്തിൽ നിൽക്കുന്നു. അവളുടെ കൈ ഉടനടി ധ്രുവനെ തടയുന്നു. സുരുചിയുടെ രൂക്ഷമായ സംഭാഷണം: ഈ മടിയിലിരിക്കാൻ നിനക്ക് അവകാശമില്ല. ഈ സ്ഥാനം എന്റെ മകൻ ഉത്തമന് മാത്രമുള്ളതാണ്. സുരുചിയുടെ ഏറ്റവും വലിയ പരിഹാസം: നിനക്കിവിടെ ഇരിക്കണമെങ്കിൽ പോകൂ, അടുത്ത ജന്മത്തിൽ തപസ് ചെയ്ത് എന്റെ ഗർഭത്തിൽ ജനിക്കൂ. ധ്രുവന്റെ കണ്ണുകൾ കണ്ണീരിൽ നിറയുന്നു. അവന്റെ നിഷ്കളങ്കമായ മുഖം ആഴത്തിലുള്ള ദുഃഖത്താലും വേദനയാലും ചുരുങ്ങുന്നു. അപമാനിതനായ ധ്രുവ് കൊട്ടാരത്തിലെ തറയിലൂടെ വേഗത്തിലോടുന്നു. അവന്റെ കണ്ണുകളിൽ ഇപ്പോൾ കോപത്തോടൊപ്പം ഒരു പുതിയ നിശ്ചയവുമുണ്ട്. ധ്രുവ് ആവേശത്തോടെ അച്ഛന്റെ അടുത്തേക്ക് പോകുന്നു. രാജാവിന്റെ മടിയിലിരിക്കാൻ അവൻ ശ്രമിക്കുന്നു. അവന്റെ മുഖം പ്രതീക്ഷ നിറഞ്ഞതാണ്. സുരുചി പെട്ടെന്ന് ധ്രുവിനെ തടയുന്നു. അവളുടെ ശബ്ദം കഠിനമാണ്. രാജാവ് ഉത്താനപാദൻ നിശബ്ദനായിരിക്കുന്നു, ഇടപെടുന്നില്ല. രംഗം 6. സുരുചിയുടെ രൂക്ഷമായ സംഭാഷണം: നിനക്ക് ഈ രാജസിംഹാസനത്തിന്റെ മടിയിലിരിക്കാൻ കഴിയില്ല. ഈ സ്ഥലം ഉത്തമന് മാത്രമുള്ളതാണ്. ധ്രുവ് ആശയക്കുഴപ്പത്തിലാണ്. അവൻ കരയാൻ തുടങ്ങുന്നില്ല, പക്ഷെ അവന്റെ കണ്ണുകളിൽ ചോദ്യങ്ങളുണ്ട്. അവൻ അച്ഛന്റെ നേരെ നോക്കുന്നു. രാജാവ് ഉത്താനപാദൻ കണ്ണുകൾ താഴ്ത്തുന്നു. സുരുചിയുടെ അഹങ്കാരത്തിന് മുന്നിൽ അദ്ദേഹം നിശബ്ദനാണ്. തന്റെ ഭാര്യയെ തടയുന്നില്ല. സുരുചി പരിഹസിക്കുന്നു: പോ, നീ എന്റെ ഗർഭത്തിൽ നിന്ന് ജനിച്ചവനല്ല. നിനക്ക് യാതൊരു അവകാശവുമില്ല. സുരുചിയുടെ അഹങ്കാരം അതിന്റെ ഉച്ചസ്ഥായിയിൽ. നിനക്ക് രാജാവിന്റെ മടി വേണമെങ്കിൽ അടുത്ത ജന്മത്തിൽ തപസ്സു ചെയ്ത് എന്റെ ഗർഭത്തിൽ നിന്ന് ജനിക്കൂ. ധ്രുവന്റെ കണ്ണുകൾ കണ്ണീരിനാൽ നിറയുന്നു. അവന്റെ നിഷ്കളങ്കമായ മുഖം അപമാനത്തിന്റെ വേദനയാൽ തകർന്നു പോകുന്നു. ധ്രുവൻ ധൃതിയിൽ ഏകദേശം ഇടറി വീഴുന്നതുപോലെ സഭാമണ്ഡപത്തിൽ നിന്ന് പുറത്തേക്ക് ഓടുന്നു. അവന്റെ കൊച്ചു കാലടികളുടെ ശബ്ദം മുഴങ്ങുന്നു. ധ്രുവൻ തന്റെ മാതാവ് സുനീതിയുടെ ലളിതമായ മുറിയിലെത്തുന്നു. അവൾ തറയിൽ ശാന്തയും വിനീതയുമായി ഇരിക്കുന്നു. ധ്രുവൻ കരഞ്ഞുകൊണ്ട് അമ്മയുടെ മടിയിൽ തലവെക്കുന്നു. അവൻ വിതുമ്പിക്കൊണ്ട് അപമാനത്തിന്റെ മുഴുവൻ സംഭവവും വിവരിക്കുന്നു. സുനീതി മകന്റെ തലയിൽ തലോടുന്നു. അവളുടെ കണ്ണുകളിലും ദുഃഖമുണ്ട്, പക്ഷേ അവളുടെ മുഖത്ത് ശാന്തമായ അംഗീകാരമുണ്ട്. ധ്രുവന്റെ ചോദ്യം: അമ്മേ, എന്റെ സ്ഥാനം എന്താണ്? സുരുചിയുടെ പരിഹാസത്തേക്കാൾ ഉയർന്ന സ്ഥാനമൊന്നുമില്ലേ? മകനെ, ഈ സിംഹാസനവും ലൗകിക വസ്തുക്കളും ക്ഷണികമാണ്. ഏറ്റവും ഉന്നതമായ സ്ഥാനം ഭഗവാൻ വിഷ്ണുവിന്റെ പാദങ്ങളിൽ മാത്രമാണ്. അദ്ദേഹത്തിന് മാത്രമേ നിനക്ക് യഥാർത്ഥ സ്ഥിരത നൽകാൻ കഴിയൂ. ധ്രുവൻ കരച്ചിൽ നിർത്തുന്നു. അവന്റെ കണ്ണുകളിൽ ഇപ്പോൾ കണ്ണുനീരല്ല, ഒരു അചഞ്ചലമായ നിശ്ചയദാർഢ്യത്തിന്റെ തിളക്കമാണ്. ധ്രുവൻ ദൃഢമായി പറയുന്നു: അപ്പോൾ ഞാൻ ഏറ്റവും ഉന്നതമായ സ്ഥാനം നേടും. സുരുചിക്ക് ഒരിക്കലും പിടിച്ചെടുക്കാൻ കഴിയാത്ത ഒരിടം. സുനീതി തന്റെ മകന്റെ നെറ്റിയിൽ ചുംബിക്കുന്നു. തന്റെ മകനിപ്പോൾ ഒരു വലിയ യാത്രയ്ക്ക് പുറപ്പെടാൻ പോകുകയാണെന്ന് അവൾ മനസ്സിലാക്കുന്നു. ധ്രുവൻ തന്റെ സാധാരണ ബാലന്റെ വേഷം മാറുകയും കൊട്ടാരം ഉപേക്ഷിച്ച് ഉറച്ച കാൽവെപ്പുകളോടെ പുറത്തിറങ്ങുകയും ചെയ്യുന്നു. ധ്രുവൻ കൊട്ടാരത്തിന്റെ പ്രധാന കവാടത്തിലൂടെ പുറത്തിറങ്ങുന്നു. നഗരത്തിലെ തിരക്കുകൾ പിന്നിലാക്കി അവൻ നേരെ കാട്ടിലേക്ക് നോക്കുന്നു. ചെറിയ ബാലനായ ധ്രുവൻ ഒറ്റയ്ക്ക് ദുർഘടമായ വഴിയിലൂടെ നടക്കുകയാണ്. അവൻ തിരിഞ്ഞു നോക്കുന്നില്ല. കാട് ആരംഭിക്കുന്നു. ധ്രുവന് ഭയമില്ല,
അവന്റെ മുഖത്ത് ഇപ്പോഴും അപമാനത്തിന്റെ ഓർമ്മയും ലക്ഷ്യബോധവുമുണ്ട്. ദൂരെ നിന്ന് ദേവർഷി നാരദമുനി വരുന്നത് കാണാം. ഒരു മരച്ചുവട്ടിൽ അദ്ദേഹം വീണയിൽ ധ്യാനനിമഗ്നനാണ്. നാരദമുനിയുടെ കണ്ണ് ധ്രുവനിൽ പതിക്കുന്നു. ഇത്രയും ചെറിയൊരു ബാലനെ കാട്ടിൽ ഒറ്റയ്ക്ക് കണ്ടപ്പോൾ അദ്ദേഹം ഞെട്ടിപ്പോകുന്നു. നാരദമുനി ധ്രുവന്റെ അടുത്തേക്ക് വന്ന് സ്നേഹത്തോടെ അവനെ തടയുന്നു. "നീ ആരാണ് കുട്ടി? ഈ ഭയങ്കരമായ കാട്ടിൽ എന്തു ചെയ്യുകയാണ്?" ധ്രുവൻ ഭയമില്ലാതെ ദൃഢമായി പറയുന്നു, താൻ ഏറ്റവും ഉയർന്ന സ്ഥാനം നേടുന്നതിനായി തപസ്സു ചെയ്യാൻ വന്നതാണെന്ന്. നാരദമുനി ധ്രുവന്റെ കഥ കേൾക്കുന്നു. കുട്ടിയുടെ അചഞ്ചലമായ നിശ്ചയദാർഢ്യത്തിലും ലാളിത്യത്തിലും അദ്ദേഹം അത്ഭുതപ്പെടുന്നു. തപസ്സിന്റെ പാത എത്ര ദുഷ്കരമാണെന്ന് മുനി വിശദീകരിക്കുന്നു. കൊട്ടാരത്തിലേക്ക് മടങ്ങാൻ അദ്ദേഹം ഉപദേശിക്കുന്നു. ധ്രുവൻ തലയാട്ടി താൻ തിരികെ പോകില്ലെന്ന് പറയുന്നു. തനിക്ക് അമരമായ ഒരിടം വേണം. നാരദമുനി ധ്രുവന്റെ ദൃഢനിശ്ചയം തിരിച്ചറിയുന്നു. അവനെ തടയുന്നതിന് പകരം മാർഗനിർദ്ദേശം നൽകാൻ അദ്ദേഹം തീരുമാനിക്കുന്നു. യമുനാ തീരത്തെ ശാന്തമായ മധുവനത്തിലേക്ക് പോകാൻ നാരദമുനി ധ്രുവന് നിർദ്ദേശം നൽകുന്നു. നാരദമുനി ധ്രുവന്റെ ചെവിയിൽ മഹത്തായ മന്ത്രം ഉച്ചരിക്കുന്നു. "ഓം നമോ ഭഗവതേ വാസുദേവായ." ധ്രുവൻ മന്ത്രം ശ്രദ്ധയോടെ കേൾക്കുകയും ആവർത്തിക്കുകയും ചെയ്യുന്നു. അവന്റെ മുഖത്ത് ഇപ്പോൾ വിശ്വാസത്തിന്റെയും ഭക്തിയുടെയും ഭാവമുണ്ട്. നാരദമുനി പുഞ്ചിരിക്കുന്നു. ധ്രുവൻ അദ്ദേഹത്തെ വണങ്ങി പുതിയ ഉന്മേഷത്തോടെ മധുവനത്തിലേക്കുള്ള യാത്ര തുടരുന്നു. ധ്രുവൻ മധുവനത്തിന്റെ ശാന്തവും പവിത്രവുമായ ഭൂമിയിൽ പ്രവേശിക്കുന്നു. അവൻ ചുറ്റും നോക്കുകയും തപസ്സിനായി അനുയോജ്യമായ ഒരു പാറ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. അവൻ പാറയിലിരിക്കുന്നു. കണ്ണുകൾ അടച്ച് ആ കൊച്ചുബാലൻ ധ്യാനത്തിൽ മുഴുകുന്നു. അവന്റെ ചുണ്ടുകളിൽ നിന്ന് പതിഞ്ഞ മന്ത്രോച്ചാരണം ആരംഭിക്കുന്നു. ആദ്യത്തെ കുറച്ചാഴ്ചകൾ ധ്രുവൻ കാട്ടിലെ പഴങ്ങളും വെറിപ്പഴങ്ങളും മാത്രം കഴിക്കുന്നു. അവന്റെ ശരീരം കുട്ടിയുടേതാണെങ്കിലും മനസ്സ് ദൃഢമാണ്. സമയം കടന്നുപോകുന്നു. ധ്രുവന്റെ ശരീരം നിശ്ചലമാകുന്നു. അവനു ചുറ്റും ഇലകളും പൊടിയും അടിഞ്ഞുകൂടാൻ തുടങ്ങുന്നു. തപസ്സിന്റെ തീവ്രത വർദ്ധിക്കുന്നു. ധ്രുവൻ ഭക്ഷണം ഉപേക്ഷിക്കുന്നു. ഇപ്പോൾ അവൻ യമുനാ നദിയിലെ വെള്ളം മാത്രം കുടിച്ചു ജീവിക്കുന്നു. മാനുകളും കടുവകളും പോലുള്ള വന്യമൃഗങ്ങൾ അവന്റെ അടുത്തേക്ക് വരുന്നു. അവർ ആ ബാലനെ ശാന്തമായി നോക്കി ദൂരേക്ക് പോകുന്നു. അവനെ ശല്യപ്പെടുത്തുന്നില്ല. തപസ്സിന്റെ അടുത്ത ഘട്ടം ധ്രുവൻ വെള്ളവും ഉപേക്ഷിക്കുന്നു. അവൻ കോസ്മിക് വായുവിനെ മാത്രമാണ് ആശ്രയിക്കുന്നത്. ധ്രുവന്റെ ശ്വാസം അത്യന്തം മന്ദഗതിയിലാകുന്നു. അവന്റെ ബോധം മന്ത്രത്തിലും ഭഗവാൻ വിഷ്ണുവിന്റെ ധ്യാനത്തിലും മാത്രമാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. തപസ്സിന്റെ അഗ്നിയിൽ നിന്ന് അന്തരീക്ഷം ചൂടാകാൻ തുടങ്ങുന്നു. മധുവനത്തിലെ മരങ്ങളുടെ ഇലകൾ കാറ്റില്ലാതെയും വിറയ്ക്കുന്നു. ധ്രുവൻ ഇരിക്കുന്ന സ്ഥലത്തിന് ചുറ്റുമുള്ള മണ്ണ് ഉണങ്ങി വിള്ളലുകൾ ഉണ്ടാകാൻ തുടങ്ങുന്നു. ഭൂമി പ്രതികരിക്കുന്നു. സ്വർഗലോകം, സ്വർഗം. ദേവന്മാർ പരിഭ്രാന്തരായി കാണപ്പെടുന്നു. ഈ ഊർജം എവിടെ നിന്നാണ് വരുന്നതെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. ദേവരാജാവായ ഇന്ദ്രനും മറ്റ് ദേവന്മാരും സഭയിൽ ആശങ്ക പ്രകടിപ്പിക്കുന്നു. കുട്ടിയുടെ ശക്തിയും ദൃഢനിശ്ചയവും കണ്ട് അവർ ഭയചകിതരാണ്. ദേവന്മാർ ധ്രുവന്റെ തപസ്സു മുടക്കാൻ തീരുമാനിക്കുന്നു. അവർ മായാജാലങ്ങളും അപ്സരസുകളെയും വനത്തിലേക്ക് അയക്കുന്നു. സുന്ദരിമാരായ അപ്സരസുകൾ ധ്രുവന്റെ ചുറ്റും നൃത്തം ചെയ്യുന്നു. ഭയാനകമായ ശബ്ദങ്ങളും ഭീകരമായ കാഴ്ചകളും ഉണ്ടാകുന്നു. ധ്രുവൻ അചഞ്ചലനാണ്. അവന്റെ കണ്ണുകൾ അടച്ചിരിക്കുന്നു. ഒരു മായാജാലത്തിനും അവന്റെ ധ്യാനം മുടക്കാൻ കഴിയുന്നില്ല. തീവ്രമായ തപസ് കാരണം 3 ലോകങ്ങളും ഭൂമി, പാതാളം, സ്വർഗം അസ്ഥിരമാകുന്നു. എല്ലായിടത്തും അസ്വസ്ഥതയും ചൂടും വർദ്ധിക്കുന്നു. വൈകുണ്ഠത്തിൽ ഭഗവാൻ വിഷ്ണു തന്റെ ശേഷശയ്യയിൽ നിന്ന് എഴുന്നേൽക്കുന്നു. ധ്രുവന്റെ അസാധാരണമായ ഭക്തി തിരിച്ചറിഞ്ഞ് അദ്ദേഹം പുഞ്ചിരിക്കുന്നു. വിഷ്ണു ഉടൻ തന്റെ വാഹനം ഗരുഡന്റെ പുറത്തു കയറുന്നു. ബാലകന്റെ ദൃഢനിശ്ചയം പൂർത്തിയായതിനാൽ അദ്ദേഹം ഭൂമിയിലേക്ക് യാത്രയാകുന്നു. തപസ്സു ചെയ്ത സ്ഥലത്ത് പെട്ടെന്നൊരു തീവ്രമായ ദിവ്യമായ പ്രകാശം പരക്കുന്നു. അത് അത്രയും ഗംഭീരമായതുകൊണ്ട് കാട്ടിലെ ഇരുട്ട് അകന്നുപോകുന്നു. ഭഗവാൻ വിഷ്ണു തന്റെ ചതുർഭുജ രൂപത്തിൽ ഗംഭീരമായ ആഭരണങ്ങളോടെ ധ്രുവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. ധ്രുവന്റെ കണ്ണുകൾ പതുക്കെ തുറക്കുന്നു. തന്റെ മുന്നിൽ ഭഗവാന്റെ ഗംഭീര ദർശനം കണ്ട് അവൻ പൂർണ്ണമായും സ്തംഭിച്ചു പോകുന്നു. ധ്രുവൻ തന്റെ ഭാവനയിൽ ഭഗവാനെ കണ്ടിരുന്നു. എന്നാൽ ഈ യഥാർത്ഥ രൂപം അവന്റെ ഭാവനയേക്കാൾ വളരെ മനോഹരവും അത്ഭുതകരവുമാണ്. ധ്രുവൻ വികാരാധീനനാകുന്നു. അവന്റെ തപസ്സിന്റെ ഫലം മുന്നിലുണ്ട്. അവന് തന്റെ കണ്ണുനീർ തടയാൻ കഴിയുന്നില്ല. ധ്രുവൻ ഉടൻ തന്നെ എഴുന്നേറ്റ് ഭഗവാന്റെ പാദങ്ങളിൽ വീഴുന്നു. വാക്കുകളില്ലാതെ കേവലം ഭക്തിയോടെ അവൻ അദ്ദേഹത്തെ പ്രണമിക്കുന്നു.
ഭഗവാൻ വിഷ്ണു തന്റെ ശംഖിൽ നിന്ന് മധുരമായ ഒരു ശബ്ദം പുറപ്പെടുവിക്കുന്നു. അത് ധ്രുവന്റെ മനസ്സിനെ ശാന്തവും വ്യക്തവുമാക്കുന്നു. ഭഗവാൻ വിഷ്ണു പുഞ്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ മുഖം സ്നേഹവും കാരുണ്യവും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അദ്ദേഹം ധ്രുവനുമായി സംസാരിക്കാൻ തുടങ്ങുന്നു. ഭഗവാൻ ധ്രുവനോട് ചോദിക്കുന്നു, നിന്റെ അചഞ്ചലമായ ഭക്തിയിൽ ഞാൻ പ്രസന്നനാണ്. ചോദിക്കൂ ബാലക, നിനക്കെന്തു വരം വേണം? അച്ഛന്റെ മടിയിൽ ഏറ്റവും ഉയർന്ന സ്ഥാനം ലഭിക്കാൻ താൻ വന്നിരുന്നു എന്ന് ധ്രുവൻ ഓർക്കുന്നു. എന്നാൽ ഇപ്പോൾ അവന്റെ ആഗ്രഹം മാറിയിരിക്കുന്നു. ധ്രുവൻ പറയുന്നു, പ്രഭോ, ഞാൻ അങ്ങയെ കണ്ടെത്തിയിരിക്കുന്നു. ഇനി എനിക്ക് ലൗകിക വസ്തുക്കൾ വേണ്ട. അങ്ങയുടെ സേവനം മാത്രമാണ് എനിക്ക് വേണ്ടത്. ധ്രുവന്റെ പരിശുദ്ധമായ ആഗ്രഹത്തിൽ ഭഗവാൻ കൂടുതൽ പ്രസാദിക്കുന്നു. അദ്ദേഹം ബാലന്റെ നെറ്റിയിൽ തൊടുന്നു. ഭഗവാൻ വരം നൽകുന്നു. ധ്രുവ, നീ ഏറ്റവും ഉയർന്നതും അചഞ്ചലവുമായ ഒരു സ്ഥാനം നേടും. നീ ധ്രുവ നക്ഷത്രമാകും. നീ എന്നേക്കും സ്ഥിരതയുടെ പ്രതീകമായി നിലകൊള്ളും, വഴികാട്ടിയായി അറിയപ്പെടും. ധ്രുവൻ കൃതജ്ഞതയോടെ ഭഗവാനെ നോക്കുന്നു. ഭഗവാൻ വിഷ്ണുവിന്റെ ദിവ്യപ്രകാശം സാവധാനം കുറയുകയും അദ്ദേഹം അപ്രത്യക്ഷനാവുകയും ചെയ്യുന്നു. ധ്രുവന്റെ നിശ്ചയദാർഢ്യം പൂർത്തിയായി. ഭഗവാൻ വിഷ്ണു അപ്രത്യക്ഷനായ ശേഷം ധ്രുവൻ അവിടെ ശാന്തനായിരുന്നു. അവന്റെ മുഖത്ത് ഇപ്പോൾ അപമാനമോ ദുഃഖമോ ഇല്ല, മറിച്ച് അഗാധമായ ശാന്തിയും സംതൃപ്തിയുമാണ്. ലോകത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥാനം താൻ നേടിയിരിക്കുന്നു എന്ന് ധ്രുവൻ അറിയാമായിരുന്നു. അവന്റെ ബാല്യകാല സ്വപ്നം ഇപ്പോൾ അമരത്വമായി മാറിയിരിക്കുന്നു. അവൻ കാട്ടിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് തിരിക്കുന്നു. അവന്റെ യാത്ര പൂർത്തിയായി. അവൻ ഒരു വിജയിയായി മടങ്ങിയെത്തുകയാണ്. രാജാവായ ഉത്താനപാദനും മാതാവ് സുനീതിയും കൊട്ടാരത്തിൽ ആശങ്കയോടെ ഇരിക്കുകയാണ്. ധ്രുവന്റെ സുരക്ഷയെക്കുറിച്ച് അവർക്ക് ആശങ്കയുണ്ട്. പെട്ടെന്ന് ധ്രുവൻ കൊട്ടാരത്തിൽ പ്രവേശിക്കുന്നു. അവൻ മുമ്പത്തേക്കാൾ തേജസ്സുള്ളവനും ആത്മവിശ്വാസമുള്ളവനുമായി കാണപ്പെട്ടു. രാജാവ് ഉത്താനപാദൻ ഓടിച്ചെന്ന് ധ്രുവനെ ആലിംഗനം ചെയ്യുന്നു. തന്റെ പുത്രന്റെ തപസ്സിന്റെ ശക്തി അദ്ദേഹത്തിന് ബോധ്യമാകുന്നു. സുരുചിയും അവിടെ നിൽക്കുന്നുണ്ട്. ധ്രുവന്റെ തേജസ്സു കണ്ട് അവൾ ലജ്ജിതയും സ്തബ്ധയുമാണ്. അവളുടെ അഹങ്കാരം തകർന്നു പോയിരിക്കുന്നു. ധ്രുവൻ തന്റെ രണ്ടാനമ്മയെ ക്ഷമയോടും സ്നേഹത്തോടും കൂടി നോക്കുന്നു. പ്രതികാര ചിന്ത പൂർണ്ണമായും ഇല്ലാതായിരിക്കുന്നു. രാജാവ് ധ്രുവന് സിംഹാസനം കൈമാറാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ധ്രുവൻ ഈ ലൗകിക ശക്തിയെ സ്വീകരിക്കുന്നില്ല. ഉപസംഹാരം ആരംഭിക്കുന്നു. ധ്രുവൻ ഒടുവിൽ തന്റെ മാതാവ് സുനീതിക്കും പിതാവിനും സംതൃപ്തി നൽകുകയും ദിവ്യലോകത്തേക്ക് യാത്രയാകുകയും ചെയ്യുന്നു. ധ്രുവൻ ആകാശത്തൊരു തിളക്കമുള്ള നക്ഷത്രമായി സ്ഥിരപ്രതിഷ്ഠ നേടുന്നു. അതാണ് ധ്രുവ നക്ഷത്രം. ഞങ്ങൾ ഊന്നി പറയുന്നു, ഈ കഥ ഒരു 5 വയസ്സുകാരന്റെ അചഞ്ചലമായ നിശ്ചയദാർഢ്യത്തെ ചിത്രീകരിക്കുന്നു. സന്ദേശം: അവന്റെ ശക്തി അവന്റെ പ്രായത്തിലായിരുന്നില്ല, മറിച്ച് അവന്റെ നിശ്ചയദാർഢ്യത്തിലും ലക്ഷ്യത്തിന്റെ വ്യക്തതയിലുമായിരുന്നു. നിഗമനം: ധ്രുവനക്ഷത്രം ഇന്നും ആകാശത്ത് സ്ഥിരതയുടെ പ്രതീകമായി നിലകൊള്ളുന്നു. ഭക്തിയിലൂടെ എല്ലാം സാധ്യമാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അപമാനത്തെ അമരത്വമാക്കിയ ധ്രുവനക്ഷത്രത്തിന്റെ കഥ ഇതായിരുന്നു. നന്ദി. കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക്, ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.